ഒരിടത്തൊരിടത്ത് ഒരു മരത്തിന്റെ ഇടയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പകുതി ശരീരം മരത്തിന്റെ ഉള്ളിലും പകുതി പുറത്തും. എത്ര നാളായി അയാൾ അവിടെ അങ്ങനെ ഇരിപ്പാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ കുറച്ച് ചെറുപ്പക്കാർ ആ വഴി വന്നു. മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി. അയാൾക്ക് ജീവനുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആ പിള്ളേർക്ക് പേടിയായി. അവർ തോക്കു ചൂണ്ടി നിന്നു. എന്നെ എങ്ങനെയെങ്കിലും ഈ മരത്തിൽ നിന്ന് പുറത്തെടുക്കൂ, അല്ലെങ്കിൽ എന്നെ കൊന്നോളൂ, കുടുങ്ങിക്കിടന്ന മനുഷ്യൻ അവരോട് ദയനീയമായി പറഞ്ഞു. ആ പയ്യന്മാർ നോക്കിയപ്പോൾ മരത്തിൽ ഒരു ഉപകരണം ഘടിപ്പിച്ചിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ആ മനുഷ്യൻ വീണ്ടും അവരോട് എന്നെ കൊല്ലൂ എന്നലറി. പക്ഷേ ആ പിള്ളേർക്ക് അയാളെ കൊല്ലാൻ തോന്നിയില്ല. അവർ അയാളെ അവിടെ ഉപേക്ഷിക്കാതെ അടുത്തുള്ള ഒരിടത്തേക്ക് പോയി അയാൾക്കാവശ്യമുള്ള മരുന്നുകൾ തിരയാൻ തുടങ്ങി. അവിടെയുള്ള കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഈ മനുഷ്യൻ ടൈം ട്രാവൽ ചെയ്തപ്പോൾ സംഭവിച്ച ഒരു അബദ്ധമാണ് അയാളെ ഈ അവസ്ഥയിലാക്കിയത്. അവർ വേഗം മരുന്നുകളുമായി തിരിച്ച് അയാളുടെ അടുത്തെത്തി. പക്ഷേ അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന സൂചിപ്പാടുകളും താഴെ കിടന്നിരുന്ന പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങളും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയും വേറെ മനുഷ്യർ അവിടെയുണ്ടെന്ന്. ആ കഥ അവിടെ അവസാനിക്കുന്നില്ല എന്നവർക്ക് തോന്നി.